ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ 3 സബ്ജക്റ്റുകളും ഒരേ ദിവസമാണ് നമുക്ക് എക്സാം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഒരു ചോദ്യം, അസ്ഥിഭംഗം തിരിച്ചറിയുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അഥവാ ഒടിഞ്ഞ ഭാഗം ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, കഠിനമായ വേദന, ഒടിവുണ്ടായ ഭാഗത്ത് നീർക്കെട്ട് കാണപ്പെടുന്നു, ഒടിവുണ്ടായ ഭാഗത്ത് നിറവ്യത്യാസം ഉണ്ടാകാം. ഇങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അസ്ഥിഭംഗം സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തൊരു ചോദ്യം, സ്പ്ലിറ്റ് എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒടിവ് പറ്റിയ ഭാഗത്തിൽ സപ്പോർട്ട് നൽകാനായി ഉപയോഗിക്കുന്ന സ്കെയിലോ മരച്ചീലുകളോ അതിന് സമാനമായ മറ്റു വസ്തുക്കളോ ആണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഇതിൽ 9ാമത്തെ ചോദ്യമാണ്, സൂര്യാഘാതം തടയുന്നതിനുള്ള മുൻകരുതലുകൾ എഴുതുക. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സൂര്യാഘാതം ഉണ്ടാകുമ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ശക്തമായ ചൂടുള്ളപ്പോൾ വെയിൽ നേരിട്ട് കൊള്ളാതിരിക്കുക, തണലിൽ വിശ്രമിക്കുക, അമിത ചൂട് തുറസായ സ്ഥലത്ത് കായിക അധ്വാനങ്ങൾ പരിശീലിപ്പിക്കുന്നവ ഒഴിവാക്കുക, രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണം, വെയിലത്ത് ഇറങ്ങുമ്പോൾ കുട ഉപയോഗിക്കുക, നൈലോണ് പോളിസ്റ്റർ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, അഴിഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത്, നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണം, തണുത്ത വെള്ളം ഉപയോഗിച്ച് ദേഹമാസകലം തുടക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്നത് ഇതൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ എല്ലാ മരങ്ങൾക്കും ഇലകളുണ്ട്. ഇലകളുടെ വളർച്ച നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. തളിരില, പുഷ്ടിയുള്ള ഇല, പഴുത്ത ഇല, ഉണങ്ങിയ ഇല എന്നിങ്ങനെ ഇവ വരക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതെല്ലാം നിറങ്ങൾ നൽകും? തളിരിലയാണെങ്കിൽ നമുക്ക് ഇളം പച്ച നിറം നൽകാം. ഇനി പുഷ്ടിയുള്ള ഇലയാണെങ്കിൽ ഒരു കടും പച്ച നിറം നൽകാം. പഴുത്ത ഇലയാണെങ്കിൽ ഒരു മഞ്ഞ ഓറഞ്ച് കലർന്ന നിറം നൽകാം. ഉണങ്ങിയ ഇലയാണെങ്കിൽ അതിന് നമുക്കൊരു ബ്രൗൺ നിറം കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലെ അടുത്ത ചോദ്യം, നാടൻ കലാരൂപങ്ങളിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും 6 സംഗീതോപകരണങ്ങളുടെ പേരെഴുതാൻ. ചെണ്ട, ഉടുക്ക്, ചീനിക്കുഴൽ, കൈമണി, തുടി, പുളുവ വീണ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വനനശീകരണത്തിനെതിരെ തയ്യാറാക്കുന്ന പോസ്റ്ററിലേക്ക് ചേർക്കേണ്ട സ്കെച്ച് തയ്യാറാക്കാനാണ്. പേന കൊണ്ടും വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരച്ചാൽ മാത്രം മതി. പക്കവാദ്യങ്ങളെക്കുറിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സംഗീത കച്ചേരികളിൽ വായ്പാട്ടിന് പ്രധാന അകമ്പടിയായി ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങളാണ് പക്കവാദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് സംഗീതം കൂടുതൽ ആസ്വാദികരമാക്കാൻ സഹായിക്കുന്നു. കർണാടക സംഗീതത്തിൽ പക്കവാദ്യമായി തന്ത്രിവാദ്യ വിഭാഗത്തിലെ വയലിനും, ശ്രുതിവാദ്യ വിഭാഗത്തിലെ തമ്പുരവും, താളവാദ്യ വിഭാഗത്തിലെ മൃദംഗവും ഉപയോഗിക്കുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ താളവാദ്യ വിഭാഗത്തിൽ തബലയും, ശ്രുതി വിഭാഗത്തിൽ തമ്പുരവും, സുഷിര വിഭാഗത്തിൽ മൃദംഗവുമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്തത് നോക്കൂ. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന 2 ദൂഷ്യഫലങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 1, വായുമലിനീകരണം സംഭവിക്കാം. 2, ഓസോൺ പാളിയിൽ വിള്ളൽ സംഭവിക്കാം, അസുഖങ്ങൾ പരക്കാം. ഇനി കൗമീൻ പോള കൊണ്ട് നിർമ്മിക്കാവുന്ന 2 ഉൽപ്പന്നങ്ങളുടെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൗങ്ങിൻ പോള കൊണ്ട് എന്തൊക്കെ നിർമ്മിക്കാം? ബാഗ് നിർമ്മിക്കാൻ പറ്റും, അതുപോലെ തന്നെ കുട നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും 2 എണ്ണത്തിൻ്റെ പേര് എഴുതിയാൽ മതി. കുട നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ ഏവയൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് പറയുന്നുണ്ട്. അത് കൂട്ടുകാരൊന്ന് എഴുതുക. മുള കൊണ്ട് നിർമ്മിക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ പേരെഴുതി പദസൂര്യ പൂർത്തിയാക്കാനാണ് ബാബു ബോട്ട്, അതുപോലെ തന്നെ വേറെന്തോ ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. മുള കൊണ്ട് നമുക്ക് പുട്ടുകുച്ചി ഉണ്ടാക്കാം, അതുപോലെ തന്നെ കൈലുകൾ, ഗ്ലാസുകൾ എന്നിവയൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി തടി കൊണ്ടുള്ള ഫർണിച്ചർ നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്ന ഏതെങ്കിലും 4 ഉപകരണങ്ങളുടെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. തടി കൊണ്ടുള്ള ഫർണിച്ചർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന 4 ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ചുറ്റിക, അതുപോലെ തന്നെ ആണി, അതുപോലെ ഈ ആശാരിമാരുടെ കയ്യിലുണ്ടാകുന്ന ഉള്ളി, ഇവയൊക്കെ നമുക്ക് എഴുതാം. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. സ്കൂൾ കലോത്സവങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള മോഹിനിയാട്ടം, ഒപ്പന, കഥകളി, ഓട്ടംതുള്ളൽ, തിരുവാതിരക്കളി, മാർഗംകളി ഇവയിൽ
ഉപയോഗിക്കുന്ന സംഗീത രൂപങ്ങൾ ഏതെന്ന് പറയുക. മോഹിനിയാട്ടങ്ങളിൽ പദങ്ങളാണ് കഥകളി പദങ്ങളാണ് നിലചരിതം, ദക്ഷയാഗം, കർണപദം എന്നിവ. ഓട്ടംതുള്ളലിലാണെങ്കിലും ഓട്ടംതുള്ളൽ പാട്ടുകളാണ് കിരാണം, കല്യാണ സൗഗന്ധികം ഇതൊക്കെയാണ് ഉപയോഗിക്കാറ്. തിരുവാതിരക്കളിയിലാണെങ്കിൽ തിരുവാതിരക്കളി പാട്ടുകളുണ്ട്, കുഞ്ചൻ നമ്പ്യാരുടെ പാട്ടുകൾ, രാമപുരത്ത് വാര്യരുടെ, ഇരിയമ്മൻ തമ്പിയുടെ, കുട്ടിക്കുഞ്ഞു തങ്കച്ചി എന്നിവരുടെ കൃതികളിലുള്ള പാട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. മാർഗം കളിയിലാണെങ്കിലും മാർഗം കളിപ്പാട്ടാണ്, സുറിയാനി മലയാള പാട്ടുകൾ, ഇടിത്തൊമ്മൽ കത്തനാരുടെ പാട്ടുകൾ ഇതൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഫുട്ബോൾ കളിക്കിടയിൽ ഗ്രീൻ കാർഡ് കാണിക്കുന്ന അവസരം ഏത്? 14 വയസ്സ് താഴെയുള്ള വിഭാഗങ്ങൾക്കുള്ള ഫുട്ബോൾ മത്സരത്തിൽ ഏർപ്പെടുത്തിയ ഒരു നിയമനിർദ്ദേശമാണ് ഇത്. ഫുട്ബോൾ മത്സരങ്ങൾക്കിടെ വീണുകിടക്കുന്ന എതിർ ടീം അംഗത്തെ എഴുന്നേൽപ്പിക്കുക, ഗോളടിക്കുന്ന സഹകളിക്കാരനെ പോലെ എതിരാളികളെയും പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ പെരുമാറ്റ രീതികൾ അനുവർത്തിക്കുന്ന കളിക്കാരന് റെഫറി നൽകുന്ന കാർഡാണ് ഗ്രീൻ കാർഡ് എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം നോക്കൂ. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും മികച്ച താരങ്ങളെ കണ്ടെത്തുക, മികച്ച പരിശീലനവും അന്താരാഷ്ട്ര മത്സര പരിചയവും നൽകുക, ശാസ്ത്രീയ പരിശീലനവും ഉപകരണ ലഭ്യതയും ഉറപ്പുവരുത്തുക, ദേശീയ ടീമിൻ്റെ തയ്യാറെടുപ്പ്, പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തൽ, മികച്ച കോച്ചുകളെയും കായിക അധ്യാപകരെയും സൃഷ്ടിക്കൽ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി കളിസ്ഥലത്ത് കളിക്കാർ പാലിക്കേണ്ട മര്യാദകൾ എന്തെല്ലാമാണ്? നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുക, സഹകളിക്കാരനെയും എതിർക്കാരനെയും ഒഫീഷ്യലിനെയും ബഹുമാനിക്കുക, മനഃപൂർവ്വം മറ്റൊരാൾക്ക് പരിക്കേൽക്കുന്ന രീതിയിൽ കളിക്കാതിരിക്കുക, കാണികളെ ബഹുമാനിക്കുക, സത്യസന്ധമായി പെരുമാറുക, കളിക്കളത്തിൽ അസഭ്യ വാക്കുകളും ചേഷ്ടകളും ഉപയോഗിക്കാതിരിക്കുക, നിഷ്ഠ പാലിക്കുക, സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാത്തുസൂക്ഷിക്കുക ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന പുഷ്പോത്സവത്തിന് മനോഹരമായ പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന രീതിയിൽ നിങ്ങൾക്കൊരു പോസ്റ്റർ വരയ്ക്കുകയാണ് നിങ്ങൾ പേപ്പറിൽ ചെയ്യേണ്ടത്. മറ്റൊരു ചോദ്യം. കഥകളി സംഗീതം, മാപ്പിളപ്പാട്ട്, പുള്ളുവാൻ പാട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതും പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് കേരളീയ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ രൂപം കൊണ്ട സംഗീത ശാഖയാണ് മാപ്പിളപ്പാട്ട്. ഇത് അറബി മലയാളത്തിലെ സാഹിത്യമായാണ് രൂപം കൊണ്ടത്. ജനകീയതയും സർഗാത്മകയുമായ ഇതിൻ്റെ പ്രത്യേകതകൾ, ഗാനമാധുരിക്ക് പ്രാധാന്യം ലഭിക്കുന്ന മാപ്പിളപ്പാട്ടുകൾക്ക് ധാരാളം ആസ്വാദകരുണ്ട്. ഇനി പുള്ളുവാൻ പാട്ടാണെങ്കിൽ കേരളത്തിൻ്റെ തനത് പാരമ്പര്യത്തിൻ്റെ ഭാഗമാണിത്. പ്രാചീനമായ നാടൻ പാട്ട് സംസ്കാരത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സംഗീത ശാഖയാണ് പുള്ളുവാൻ പാട്ട്. ഇതൊരു അനുഷ്ഠാന കലയായി നിലനിൽക്കുന്നു. പുള്ളുവക്കുടയും പുള്ളുവ വീണയുമാണ് ഇതിലെ പ്രധാന വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത്. കഥകളി സംഗീതമാണെങ്കിൽ കഥകളി അവതരണത്തിലെ ഗാനവും അനുബന്ധ വാദ്യോപകരണങ്ങളും ചേരുന്നതാണ് കഥകളി സംഗീതം. ഇതിലെ പാട്ടാണ് കഥകളി പദം, മദ്ദളം, ചേങ്ങില, ഇലത്താളം തുടങ്ങിയവയാണ്. അഭിനയത്തെ പൊലിപ്പിക്കുക എന്നതാണ് കഥകളി സംഗീതത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും. അപ്പോൾ കൂട്ടുകാരെ ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എക്സാം എഴുതാൻ പോവുക. അതുപോലെ ഇപ്പോൾ കറൻറ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു അവയർനെസ്സും ഉണ്ടായിരിക്കുക. GK പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ വരാറുണ്ട്. എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്കിന് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.